ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ, അതായത് 10 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ ഇപ്പോഴത്തെ മോഡൽ കുർത്തിയാണ്. കുർത്തി തയ്ക്കാനായിട്ട് ഞാനിവിടെ 2 മീറ്റർ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അളവിന് വേണ്ടിയിട്ട് ഒരു കുർത്തിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ്. ആദ്യം നല്ല തുണിയെ നമുക്ക് 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി 2ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. ഇതിനെ ഒന്നും കൂടി മടക്കി കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 4ആയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഈ കുർത്തിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ കുർത്തിക്ക് സ്ലീവ്സ് പ്രത്യേകമായിട്ട് കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാതെ സ്ലീവ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതും കൂടി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാനിത് 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവിൻ്റെ ടോപ്പ് എടുക്കാം. ഈ അളവിൻ്റെ ടോപ്പ് 2ആയിട്ട് മടക്കിയിട്ട് ഈ നല്ല തുണിയുടെ മുകളിലായിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അളവിൻ്റെ ടോപ്പ് വെച്ച് കൊടുക്കുമ്പോൾ താഴെ നിന്നും മുകളിലോട്ടായിട്ടാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഏറ്റവും താഴത്തെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. സൈഡിൽ ഇതുപോലെ ചെറിയൊരു കേവ് കൊടുക്കുക. ബാക്കി മുകളിലോട്ടും ടോപ്പ് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പ് എനിക്ക് കുറച്ച് ലൂസാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്. ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഞാൻ ഇതിൽ വരുത്തുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ടോപ്പ് നിങ്ങൾ കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. 1 ഇഞ്ചായാലും 1.5 ഇഞ്ചായാലും കുഴപ്പമില്ല, കുറച്ച് എക്സ്ട്രാ എടുക്കുക. നമ്മൾ ഇതിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഷേപ്പിൽ തന്നെ നിന്നോളും. ഇതിൽ ഞാൻ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക. ഷോൾഡർ ആയിട്ട് പ്രത്യേകം ഇല്ല, കൈയും കൂടി കൂട്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് മുകളിലത്തെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലും അതേപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് താഴത്തോട്ട് സെയിം കുർത്തിയുടെ അളവ് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് അഥവാ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടത്. നമുക്ക് ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇലാസ്റ്റിക് വെക്കുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നിന്നോളും. ഞാൻ ഈ സൈഡിൽ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാർക്കിങ്ങിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം താഴത്തോട്ട് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ യോക്ക് വെച്ച കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഞാൻ ഈ മാർക്ക് ചെയ്ത അവിടുത്തെ വീതി ഒന്ന് നോക്കുകയാണ്. 9 ഇഞ്ചാണ് വീതി ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക്, അതായത് ഫ്രണ്ട് സൈഡിലേക്ക് മാത്രമായിട്ട് 9 + 9 18 ഇഞ്ചാണ് ടോട്ടലായിട്ട് വരിക തയ്യൽ തുമ്പ് വിട്ടിട്ട്. അപ്പോൾ ഈ 18-ൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ഇലാസ്റ്റിക് എടുക്കുകയാണ്. 17 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇലാസ്റ്റിക് എക്സ്ട്രാ വരും. എക്സ്ട്രാ ഉള്ളത് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ഈ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എത്ര വീതിയിലാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ഈ ക്രോസ് പീസിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ചാണ് ഷോൾഡറിന് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മറ്റേ ഷോൾഡറും ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/2 ഇഞ്ച് ആദ്യം മടക്കി കൊടുക്കണം. പിന്നെ വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടുന്ന് താഴത്തോട്ട് ഇലാസ്റ്റിക് വെക്കുന്ന അവിടേക്കുള്ള ലെങ്ത് 15 ഇഞ്ചാണ്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇലാസ്റ്റിക് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നല്ല വശത്ത് കാണാനായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഞൊറി ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയാണ്. ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഇലാസ്റ്റിക് വെച്ചെടുക്കണം. ഇനി നമുക്ക് കുർത്തിയുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അത് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുർത്തിയുടെ ഏറ്റവും താഴത്തെ സൈഡാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഞാനിവിടെ ടോട്ടലായിട്ട് 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/4 ഇഞ്ച് വീതം മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുർത്തിയുടെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കുർത്തി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് കുർത്തി നല്ല ഷേപ്പിൽ നിൽക്കും. അധികം തടിയൊന്നും തോന്നിക്കില്ല. ഈ കുർത്തി ഇടാനായിട്ടും നല്ല കംഫർട്ടബിൾ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ന്യൂ മോഡൽ കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നത്തെയും പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.